നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരിയാക്കാനുള്ള കണക്കുകളൊക്കെ വേറെയും കിടപ്പുണ്ടല്ലോ. എന്താ ദേവിക മേഡം ഇത്? ഐ എം വിശാൽ. ഐ തിങ്ക് ഇറ്റ്സ് എ നൈസ് മീറ്റിംഗ്. എനിക്ക് നിങ്ങളെ അറിയില്ല. ഇനി അറിഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പേര് വിശാൽ. തമിഴ്നാട്ടിൽ വിശാൽ മരുതനായകം, ഗോവയിലത് വിശാൽ ഫെർണാണ്ടോ, ഡൽഹി പോകുമ്പോ വേറൊരു പേര്, കൂട്ടുകാർ വിശാൽ എന്ന് വിളിക്കും. കൂട്ടുകാരികൾ വിശാല ഹൃദയമുള്ളവനെന്ന് എന്നെ വിളിച്ച് കളിയാക്കി. നിങ്ങൾ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? എനിക്ക് പോണം. അങ്ങനെ പോവല്ലേ. സി, ഞാനിപ്പോ മേഡത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഒരു മെസ്സഞ്ചറായിട്ടാ. എ മെസ്സഞ്ചർ ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ. ദൂതനോ? എന്ത് ദൂത്? എനിക്ക് പറയാനുള്ളത് മാഡത്തിന്റെ ഭർത്താവിന്റെ മരണത്തെക്കുറിച്ച്. സുധിയുടെ. അയ്യോ, സോറി, സുധി സാറിന്റെ. സുധേട്ടന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മാഡത്തിനൊന്നും അറിയില്ലെങ്കിലും എനിക്കെല്ലാം അറിയാം. മാഡത്തിന്റെ ഭർത്താവിന്റെ മരണം ഒരു സ്വാഭാവിക മരണമാണെന്ന് മാഡം കരുതുന്നുണ്ടോ? നിങ്ങൾ എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പറയുന്നത് മാഡം ശ്രദ്ധിച്ചു കേൾക്കുക. മാഡത്തിന്റെ ഭർത്താവിന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല. മരുന്നിന്റെ കണ്ടന്റ് മാറിപ്പോയി ഇഞ്ചക്ട് ചെയ്ത മരണവുമല്ല. അതൊരു കൊലപാതകമാണ്. നിങ്ങൾ വെറുതെ ഓരോന്നിങ്ങനെ പറയരുത്. വെറുതെ ഒന്നും പറയുന്നതല്ല മാഡം. വഴിയെ പോകുന്ന മേഡത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി വായിൽ തോന്നുന്നത് വിളിച്ചു പറയാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? അക്ഷര ഹോസ്പിറ്റലിൽ നടന്ന സുധി സാറിന്റെ മരണം കൊലപാതകമാണ്. അവയവമാറ്റ മാഫിയയുടെ ഗൂഢാലോചനയിൽ കുരുങ്ങിയ ഒരൊന്നാന്തരം മർഡർ. ഞാനിത് വിശ്വസിക്കില്ല. നിരഞ്ജൻ സാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു എന്റെ സുധേട്ടൻ. പിന്നെ ദൈവം വിളിച്ചപ്പോ പോയി. എന്റെ കൈവിട്ടു പോയി. മേഡം, അത് കൈവിട്ടു പോയതല്ല. ദേവിക മേഡത്തിന്റെ കയ്യിലെ പിടി ഭൂമിയിലെ ചില ദൈവങ്ങൾ മനഃപൂർവ്വം അടർത്തി മാറ്റിയതാ. മേഡം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അക്ഷര ഹോസ്പിറ്റലിൽ മേഡത്തിന് തന്നിരിക്കുന്ന ജോലി പോലും ഒരു കോമ്പൻസേഷനാണ്. ആത്മാവിനുള്ള പ്രത്യുപകാരം. അത് സ്വീകരിച്ച് ഭർത്താവിന്റെ ചോരയുടെ മണമുള്ള നോട്ടും വാങ്ങി അവിടെ ജോലി ചെയ്യണമെന്ന് മേഡം തീരുമാനിക്കണം. അതൊക്കെ മേഡത്തിന്റെ ഇഷ്ടം. അല്ലെങ്കിൽ ഭർത്താവിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ആത്മാവിനോട് നീതി പുലർത്തണമെങ്കിൽ ഒരു പ്ലക്കാർഡും പിടിച്ച് ആ ഹോസ്പിറ്റലിന്റെ മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കണം. എന്നിട്ട് കോടികൾ കോമ്പൻസേഷൻ വാങ്ങിക്കണം. ആളുകളെ കൊല്ലുന്ന ആശുപത്രി അടച്ചു പൂട്ടിക്കണം. ആളെക്കൊല്ലി ആനയ്ക്ക് മയക്കൊഴി വയ്ക്കത്തില്ലേ? ആളെക്കൊല്ലി കടുവയെ, അതായത് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലത്തില്ലേ? അതുപോലെ തീർക്കണം. ഞാൻ പറഞ്ഞത് മാഡത്തിന് മനസ്സിലായോ? നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലോ? എനിക്ക് എന്റെ മനസ്സിൽ ചിലരെ പറ്റി ചില ധാരണകളൊക്കെ ഉണ്ട്. എന്റെ സുധിയേട്ടന്റെ ആത്മാവില് എനിക്ക് വിശ്വാസമുണ്ട്. ആ ആത്മാവിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാ ഞാൻ, സ്വപ്നത്തിലെങ്കിലും. അതുകൊണ്ട് തന്നെ എന്റെ വഴി വിലക്കി ഇത്തരം കള്ളത്തരമായിട്ട് മേലിൽ വരരുത്. നിങ്ങൾ ആരായാലും, ഗോവയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, എന്റെ മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല.
അപ്പോ അത് കൊള്ളാം. അപ്പൊ ഇതാണ് കൗണ്ടർ അറ്റാക്ക് അല്ലേ? പക്ഷെ മാഡം, ഈ ഐഡിയ മാഡത്തിന് ഹോസ്പിറ്റലിന് ദോഷം ചെയ്യുന്നു. ചെയ്യണം. വാട്ട് ഹോസ്പിറ്റൽ അടച്ചു പൂട്ടലിന്റെ വക്കിലാവണമെന്ന്. വാട്ട് ഡു യു മീൻ? വാട്ട് ഐ സേ. സുധി എന്ന പാവൻ ചെറുപ്പക്കാരനെ കൊന്ന് ഹൃദയം കൈമാറ്റം ചെയ്ത, സോറി, കച്ചവടം ചെയ്ത ഡോക്ടർ നിരഞ്ജൻ കൈവിലങ്ങും വെച്ച് അകത്തു പോകുമ്പോ, ആശുപത്രിക്ക് താഴ് വീഴുമ്പോ, ഗോവയിൽ നിന്നും മുംബൈയിൽ നിന്നും കൊളംബോയിൽ നിന്നൊക്കെ രക്ഷകർ പറന്നിങ്ങി വരും. അവരാശുപത്രി ഏറ്റെടുക്കും. നീയും നിന്റെ ഡാഡിയും തലപ്പത്ത് തന്നെ ഉണ്ടാവും, ഒരരികിൽ ഞാനും. അപ്പോ ഞാനോ? എന്റെ അരികിൽ ശരത്തും. സമാധാനമായി. അരികിൽ നിന്നാലും അകലെ നിന്നാലും അക്കൗണ്ടിൽ കാശ് ക്രെഡിറ്റ് ആയാൽ മതി. പക്ഷേ എന്റെ ഭർത്താവിനെതിരെ ഡോക്ടർ നിരഞ്ജനെതിരെ ദേവിക വരുമോ? ചത്തുപോയ സ്വന്തം ഭർത്താവാണ് വലുതെങ്കിൽ അവള് വരും. ഇല്ലെങ്കിൽ ക്രിമിനൽ കോൺസ്പിറൻസിയിൽ അവൾ കൂടി പങ്കാളിയാവും. അല്ല ശരത്തെ? ആ അതെ. എന്നുവെച്ചാ? എന്ന് വെച്ചാലേ അവളുടെ കഥ ഇനി ആട് ജീവിതം. ഐസിയുയിൽ കിടക്കുന്ന ചോരയോട്ടം കുറഞ്ഞ വെറും വെജിറ്റബിൾ ആയി പോയ ഭർത്താവിനെ കൊല്ലാൻ കാമുകനായ ഡോക്ടർക്കൊപ്പം ദേവിക കൂട്ടുന്നു. ഒരേ കഥ. വാട്ട് എ ട്വിസ്റ്റ് ബേബി. ചൂണ്ട വിഴുങ്ങാത്ത മീനിന് സമ്മാനം ചാട്ടുളി. അതാണ് വിശാലിന്റെ പോളിസി.